ശ്രീമദ് വാൽമീകി രാമായണം ബാലകാണ്ഡം സർഗം 73 ശ്ലോകങ്ങൾ 35 മുതൽ 40 വരെ. 35. ലക്ഷ്മണ ഗച്ഛ ഭദ്രം തേ കോമ ഊർമിളാം ഉദ്യതാം മയാ പ്രതീച്ഛപാണീം ഗൃഹ്ണീഷ്വ കോമ മാ ഭൂത്കാലസ്യ പര്യയഃ. ലക്ഷ്മണ ഗച്ഛ ഭദ്രം തേ ഊർമിളാം ഉദ്യതാം മയാ പ്രതീച്ഛപാണീം ഗൃഹ്ണീഷ്വ മാ ഭൂത്കാലസ്യ പര്യയഃ. ലക്ഷ്മണ ആഗച്ഛ വരിക, ഭദ്രം തേ നിനക്ക് മംഗളമുണ്ടാകട്ടെ, ഊർമിളയെ ഉദ്യതാം തയ്യാറാക്കിയിരിക്കുന്ന മയാ എന്നാൽ പ്രതീച്ഛ സ്വീകരിക്കൂ, പാണീം കയ്യ്, ഗൃഹിണീഷ്വ കൈക്കൊള്ളുക, മാ ഭൂത് ഉണ്ടാകാതിരിക്കട്ടെ, കാലസ്യ പര്യയഃ സമയം വൈകിക്കാതിരിക്കട്ടെ, താമസം വരാണ്ടിരിക്കട്ടെ. ലക്ഷ്മണ വരിക, നിനക്ക് മംഗളമുണ്ടാകട്ടെ. ഞാൻ ഒരുക്കിയിരിക്കുന്ന എൻ്റെ പുത്രിയായ ഊർമിളയെ സ്വീകരിച്ച് അവളുടെ കൈക്കൊള്ളുക, ഇനി താമസം ഉണ്ടാകാതിരിക്കട്ടെ. ജനകൻ ലക്ഷ്മണനോട് ഊർമിളയെ വിവാഹം കഴിക്കാൻ സ്നേഹപൂർവം ക്ഷണിക്കുന്നു. ത്വമേവ മുക്ത്വാ ജനകഃ കോമ ഭരതം ചാഭ്യഭാഷത ഗൃഹാണ പാണിം മാണ്ഡവ്യാഃ പാണിനാ രഘുനന്ദന. ത്വമേവ മുക്ത്വാ ജനകഃ ഭരതം ചാഭ്യഭാഷത ഗൃഹാണ പാണിം മാണ്ഡവ്യാഃ പാണിനാ രഘുനന്ദന. ത്വമേവ അവനെ, അതായത് ലക്ഷ്മണനെ, മുക്ത്വാ പറഞ്ഞതിന് ശേഷം, ജനകൻ ഭരതനോട് കൂടാതെ അഭ്യഭാഷത സംസാരിച്ചു, ഗൃഹാണ സ്വീകരിക്കൂ, പാണിം കയ്യ്, മാണ്ഡവ്യാഹ മാണ്ഡവിയുടെ, പാണിന കൈക്കൊണ്ട്, രഘുനന്ദന രഘുകുലത്തിലെ പ്രിയപുത്ര. അതായത് അതിനുശേഷം ജനകൻ ഭരതനോട് പറഞ്ഞു, രഘുനന്ദന മാണ്ഡവിയുടെ കയ്യ് നിന്റെ കൈകൊണ്ട് സ്വീകരിക്കൂ. ജനകൻ ഭരതന് മാണ്ഡവിയെ വിവാഹത്തിന് നൽകുന്നു. അടുത്ത ശ്ലോകം. ശത്രുഘ്നം ചാപി ധർമാത്മാ അബ്രവീത് ജനകേശ്വരഃ ശ്രുതകീർത്യാ മഹാബാഹോ പാണിം ഗൃഹ്ണീഷ്വ പാണിനാ. ശത്രുഘ്നം ചാപി ധർമാത്മാ അബ്രവീത് ജനകേശ്വരഃ ശ്രുതകീർത്യാ മഹാബാഹോ പാണിം ഗൃഹ്ണീഷ്വ പാണിനാ. ശത്രുഘ്നോട് അഭി കൂടാതെ, ധർമാത്മാ ധർമ്മനിഷ്ഠനായ, അബ്രവീത് പറഞ്ഞു, ജനകേശ്വരഃ ജനകരാജാവ്, ശ്രുതകീർത്തിയുടെ, മഹാബാഹോ മഹാബാഹുവെ, പാണിം കൈ, ഗൃഹ്ണീഷ്വ സ്വീകരിക്കൂ, പാണിന നിന്റെ കൈകൊണ്ട്. ധാർമ്മികനായ ജനകരാജാവ് ശത്രുഘ്നനോടും പറഞ്ഞു, മഹാബാഹുവെ, ശ്രുതകീർത്തിയുടെ കയ്യ് നിന്റെ കൈകൊണ്ട് സ്വീകരിക്കൂ. ശത്രുഘ്നന്റെയും ശ്രുതകീർത്തിയുടെയും വിവാഹം ജനകൻ നടത്തിക്കുന്നു. അടുത്ത ശ്ലോകം. സർവേ ഭവന്ത സൗമ്യാശ്ച സർവേ സുചരിതപ്രദാഃ പത്നീഭിഃ സന്തു കാകുസ്ഥാഃ മാ ഭൂത്കാലസ്യ പര്യയഃ. സർവേ ഭവന്ത സൗമ്യാശ്ച സർവേ സുചരിതപ്രദാഃ പത്നീഭിഃ സന്തു കാകുസ്ഥാഃ മാ ഭൂത്കാലസ്യ പര്യയഃ. സർവേ എല്ലാവരും, ഭവന്തഃ നിങ്ങൾ, സൗമ്യാഃ സൗമ്യ സ്വഭാവികൾ, സർവേ എല്ലാവരും, സുചരിതപ്രദാഃ നല്ല ആചാരങ്ങളുള്ളവര്, പത്നീഭിഹി പത്നിമാരോടുകൂടെ, സന്ധു ഇരിക്കട്ടെ, കാകുസ്ഥാഹ രഘുകുല ജന്മാക്കൾ, മാഭൂത്
കാലസ്യ പര്യേഹ താമസം ഉണ്ടാകാതിരിക്കട്ടെ, മാഭൂത് ഉണ്ടാകാതിരിക്കട്ടെ. എന്തിന്? കാലസ്യ പര്യേഹ താമസം. അതായത് രഘുകുലത്തിലെ പ്രിയപുത്രന്മാരെ, നിങ്ങളെല്ലാവരും നല്ല സ്വഭാവവും ഉത്തമ ചരിത്രവുമുള്ളവരായിട്ട് നിങ്ങളുടെ ഭാര്യമാരോടുകൂടെ സന്തോഷത്തോടെ ഇരിക്കട്ടെ, ഇനി താമസം വേണ്ട. ജനകൻ 4 ദമ്പതിമാർക്കും മംഗള ആശംസകൾ നൽകുന്നു. അടുത്ത ശ്ലോകം. ജനകസ്യ വചശ്രുത്വാ പാണീൻ പാണിഭിരസ്പൃശൻ ചത്വാരസ്തേ ചതസൃണാം വസിഷ്ഠസ്യ മതേ സ്ഥിതാഃ. ജനകസ്യ വചശ്രുത്വാ പാണീൻ പാണിഭിരസ്പൃശൻ ചത്വാരസ്തേ ചതസൃണാം വസിഷ്ഠസ്യ മതേ സ്ഥിതാഃ. വസിഷ്ഠസ്യ മതേ സ്ഥിതാഃ. ജനകസ്യ വചഃ, ജനകന്റെ വാക്കുകള് ശ്രുത്വ കേട്ട ശേഷം, പാണീൻ കൈകൾ, പാണിഭിഹി കൈകളാൽ, അസ്പൃശൻ സ്പർശിച്ചു, ചത്വാരഹ 4 പേരും, തേ അവര്, ചതസൃണാം 4 യുവതികളുടെ, വസിഷ്ഠസ്യ മതേ വസിഷ്ഠമുനിയുടെ നിർദ്ദേശപ്രകാരം, സ്ഥിതാഹ നിലകൊണ്ടു. അതായത് ജനകന്റെ വാക്കുകള് കേട്ട ശേഷം വസിഷ്ഠമുനിയുടെ നിർദ്ദേശപ്രകാരം 4 സഹോദരന്മാരും 4 വധുക്കളുടെ കൈകളാൽ സ്പർശിച്ചു. അതായത് പാണിഗ്രഹണ ചടങ്ങ് വസിഷ്ഠന്റെ മാർഗനിർദ്ദേശത്തിൽ നടന്നു. അടുത്ത ശ്ലോകം. അഗ്നിം പ്രദക്ഷിണീകൃത്യ വേദിം രാജാനമേവച ഋഷീംശൈവ മഹാത്മാനഃ സഭാര്യാ രഘുസത്തമാഃ. യഥോക്തേന തദാ ചക്രുഹു വിവാഹം വിധിപൂർവകം. അഗ്നിം പ്രദക്ഷിണീകൃത്യ വേദിം രാജാനമേവ ച ഋഷീംശൈവ മഹാത്മാനഃ സഭാര്യാ രഘുസത്തമാഃ. യഥോക്തേന തദാ ചക്രുഹു വിവാഹം വിധിപൂർവകം. അഗ്നിയെ പ്രദക്ഷിണീകൃത്യ പ്രദക്ഷിണം ചെയ്ത്, വേദിം യാഗവേദിയെ, രാജാവിനെ, ഏവ ച കൂടാതെ, ഋഷിമാരെ, മഹാത്മാക്കളെ, സഭാര്യാഹ ഭാര്യമാരോടുകൂടെ, രഘുസത്തമാഹ രഘുകുലത്തിലെ ശ്രേഷ്ഠന്മാര്, യഥോക്തേന പറഞ്ഞ രീതി പ്രകാരം, തഥാ അപ്പോൾ, ചക്രുഹു ചെയ്തു, വിവാഹം വിധിപൂർവകം ശാസ്ത്രീയമായിട്ട്. അതായത് രഘുകുലത്തിലെ മഹാത്മാക്കളായ 4 സഹോദരന്മാർ ഭാര്യമാരോടുകൂടെ അഗ്നിയെയും യാഗവേദിയെയും രാജാവിനെയും ഋഷിമാരെയും പ്രദക്ഷിണം ചെയ്തു. ശാസ്ത്രീയ വിധിപ്രകാരം വിവാഹ ചടങ്ങുകൾ നിർവഹിച്ചു. അതായത് വിവാഹം വേദവിധിപ്രകാരം സമ്പൂർണമായിട്ട് നടന്നു. ജനകരാജാവ് തൻ്റെ 4 പുത്രിമാരെയും ദശരഥന്റെ 4 പുത്രന്മാർക്കും യഥാവിധി വിവാഹം കഴിപ്പിക്കുന്നു. സീതയെ രാമനും, ഊർമിളയെ ലക്ഷ്മണനും, മാണ്ഡവിയെ ഭരതനും, ശ്രുതകീർത്തിയെ ശത്രുഘ്നനും. വസിഷ്ഠ മഹർഷിയുടെ നേതൃത്വത്തിൽ വേദമന്ത്രങ്ങളോടും അഗ്നിസാക്ഷിയോടും കൂടിയ ഈ ദിവ്യവിവാഹം ധാർമ്മികതയുടെയും കുടുംബ സൗഹൃദത്തിൻ്റെയും മംഗള ജീവിതത്തിൻ്റെയും മഹത്തായ പ്രതീകമായിട്ടാണ് അവതരിക്കപ്പെട്ടിരിക്കുന്നത്. ഒരിക്കൽ കൂടി നമുക്ക് ഇന്നെടുത്ത ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ലക്ഷ്മണാ ഗച്ഛ ഭദ്രം തേ ഊർമിളാം ഉദ്യതാം മയാ പ്രതീച്ഛ പാണീം ഗൃഹ്ണീഷ്വ മാ ഭൂത്കാലസ്യ പര്യയഃ. തവേവ മുക്ത്വാ ജനകഃ ഭരതം ചാഭ്യഭാഷത ഗൃഹാണ പാണിം മാണ്ഡവ്യാഃ പാണിനാ രഘുനന്ദന. ശത്രുഘ്നം ചാവിധർമാത്മാ അബ്രവീത് ജനകേശ്വരഃ ശ്രുതകീർത്യാ മഹാബാഹോ പാണിം ഗൃഹ്ണീഷ്വ പാണിനാ.
सर्वे भवन्तः सौम्याश्च सर्वे सुचरितप्रदाः पत्नीभिः सन्तुकागुस्ताः मा भूत्कालस्य पर्ययः जनकस्य वचः श्रुत्वा पाणीन् पाणिभिरस्पृशन् चत्वारस्ते च दसृणां वसिष्ठस्य मदे स्थिताः अग्निं प्रदक्षिणीकृत्य वेदिं राजानमेव च ऋषींश्चैव महात्मानः सभार्या रघुसत्तमाः यथोक्तेन तदा चक्रुः विवाहं विधिपूर्वकम्. ഒരിക്കൽ കൂടി 40ാമത്തെ ശ്ലോകം വായിക്കാം. അഗ്നിം പ്രദക്ഷിണീകൃത്യ വേദിം രാജാനമേവ ച ഋഷീംശ്ചൈവ മഹാത്മാനഃ സഭാര്യാ രഘുസത്തമാഃ യഥോക്തേന തദാ ചക്രുഃ വിവാഹം വിധിപൂർവകം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം.